നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയായ INS അരിഘട്ടിൽ നിന്ന് ഖര ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചതായി റിപ്പോർട്ട്. നിർമ്മാണത്തിൽ കാണിച്ച അതേ രഹസ്യ സ്വഭാവം ഈ പരീക്ഷണത്തിലും പ്രതിരോധ മന്ത്രാലയം കാത്തുസൂക്ഷിച്ചു. പ്രതിരോധ മന്ത്രാലയം ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. 3500 കിലോമീറ്റർ വരെ കടന്നു ചെന്ന് ആക്രമിക്കാൻ ശേഷിയുള്ളതാണ് ഈ മിസൈൽ. ബംഗാൾ ഉൾക്കടലിൽ വിശാഖപട്ടണത്ത് രാവിലെയായിരുന്നു മിസൈൽ പരീക്ഷണം എന്നാണ് വിവരം. 6000 ടൺ ഭാരമുള്ള INS അരിഘട്ടിൽ നിന്ന് പരീക്ഷിച്ച ഖര ഇന്ധനമുള്ള K4 മിസൈലാണ് പരീക്ഷിച്ചത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സബ്മേഴ്സിബിൾ പോണ്ടുകളിൽ നിന്ന് മാത്രമേ K4 ഇതുവരെ പരീക്ഷിച്ചിട്ടുള്ളൂ. ഇൻഡോ പസഫിക് സമുദ്രമേഖലയിലെ 750 കിലോമീറ്റർ ദൂരപരിധിയിൽ നിരീക്ഷണത്തിന് INS അരിഘട്ട് ഉപയോഗപ്പെടുത്തും. മാസങ്ങളോളം വെള്ളത്തിനടിയിൽ തുടരാൻ ഇതിന് സാധിക്കും. ഓഗസ്റ്റ് 29-നാണ് INS അരിഘട്ട് കമ്മീഷൻ ചെയ്തത്. ആദ്യത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയായ അരിഹന്തിൽ നിന്ന് വ്യത്യസ്തമായി K4 മിസൈലുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. 7000 ടൺ ഭാരമുള്ള മൂന്നാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയായ INS അരിഥമന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. അടുത്ത വർഷത്തോടെ കമ്മീഷൻ ചെയ്യുമെന്നാണ് വിവരം. ലോകമെമ്പാടും യുദ്ധഭീഷണിയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഇന്ത്യ കരുത്തു കാട്ടിയിട്ടുള്ളത്. നവംബർ 27-നും 30-നും ഇടയിൽ ബംഗാൾ ഉൾക്കടലിൽ 3490 കിലോമീറ്റർ ഫ്ലൈറ്റ് ഇടനാഴിയിൽ ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ച് മിസൈൽ പരീക്ഷണത്തിനായി ഇന്ത്യ എയർമാർക്ക് പൊതുമുന്നറിയിപ്പ് നൽകിയിരുന്നു. ന്യൂക്ലിയർ ടിപ്പും ബാലിസ്റ്റിക് മിസൈലുകളുമുള്ള രാജ്യത്തെ രണ്ടാമത്തെ ആണവ അന്തർവാഹിനിയായ INS അരിഘട്ട് ഓഗസ്റ്റ് 29-നാണ് കമ്മീഷൻ ചെയ്തത്. മിസൈൽ അതിന്റെ ട്രയൽ പാരാമീറ്ററുകളും ലക്ഷ്യങ്ങളും വിജയകരമായി പാലിച്ചിട്ടുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ പരീക്ഷണ ഫലങ്ങളുടെ വിശദമായ വിശകലനം നടക്കുകയാണെന്നാണ് വിവരം. രാജ്യത്തിന്റെ ആണവ അന്തർവാഹിനികളെ ആയുധമാക്കുന്നതിനായി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO വികസിപ്പിച്ചെടുത്തതാണ് K4 മിസൈൽ. US, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ ഇതിനകം 5000 കിലോമീറ്റർ പരിധിയിലുള്ള SLBM ഉണ്ട്. രാജ്യത്തിന്റെ ആണവ അന്തർവാഹിനികളെ ആയുധമാക്കുന്നതിനായി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്തതാണ് K4 മിസൈൽ. 6000 ടൺ ഭാരമുള്ള INS അരിഘട്ട് ഇന്ത്യയുടെ ഏറ്റവും പുതിയ ആണവ അന്തർവാഹിനിയാണ്. ഇത് രാജ്യത്തിന്റെ രണ്ടാം സ്ട്രൈക്ക് ശേഷി ശക്തിപ്പെടുത്തുന്നു. 2016-ൽ സർവീസ് ആരംഭിച്ച ആദ്യ ആണവ അന്തർവാഹിനിയായ INS അരിഹന്തിൽ 750 കിലോമീറ്റർ ദൂരപരിധിയുള്ള K15 മിസൈലുകൾ മാത്രമാണ് ഉള്ളത്. INS അരിഹന്തിൽ നിന്ന് വ്യത്യസ്തമായി K4 മിസൈലുകൾ വഹിക്കുന്ന അന്തർവാഹിനിയാണ് ഇത്. ഇൻഡോ പസഫിക് സമുദ്രമേഖലയിലെ 750 കിലോമീറ്റർ ദൂരപരിധിയിൽ നിരീക്ഷണത്തിന് INS അരിഘട്ട് ഉപയോഗപ്പെടുത്തും. ഇതേസമയം 7000 ടൺ ഭാരമുള്ള മൂന്നാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയായ INS അരിഥമന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഇൻഡോ പസഫിക്കിൽ ഇന്ത്യയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനായി 2 ആണവ ശക്തിയുള്ള ആക്രമണ അന്തർവാഹിനികൾ കൂടി നിർമ്മിക്കുന്നതിന് കഴിഞ്ഞ മാസം സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി അംഗീകാരം നൽകിയിരുന്നു. പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ അന്തർവാഹിനിയിൽ നിന്നുള്ള വിക്ഷേപണം ഇന്ത്യയുടെ നാവികശേഷിയുടെ സുപ്രധാനമായ നാഴികക്കല്ലാണ്. ഇതേസമയം മിസൈൽ ഉദ്ദേശിച്ച പാരാമീറ്ററുകൾ പാലിക്കുന്നുണ്ടോ എന്നുള്ള പരീക്ഷണ ഫലങ്ങൾ ശ്രദ്ധാപൂർവം വിശകലനം ചെയ്തതിനു ശേഷം മാത്രമേ റിപ്പോർട്ട് പുറത്തുവിടുകയുള്ളൂ എന്നാണ് പറയുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.